ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ ഓഫീസാണ്. അച്ഛമ്മയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ശ്രീദേവി. എന്താ മോളെ, നീ എന്തിനാ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഗായത്രി ഉള്ള കാലത്ത് അവള് നിർബന്ധിച്ചായിരുന്നു എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇവളെങ്ങനെയുണ്ട് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുകയാണ്, എന്നെക്കാൾ ഒരു പടി മുന്നിലാണ്. പാർവതിയുടെ മുമ്പില് ഞാനൊന്നും ഒന്നുമേ അല്ല. ഇന്ന് തന്നെ ഇവള് പറഞ്ഞൊരു ഐഡിയ കൊണ്ടാ കമ്പനി രക്ഷപ്പെടാനേ പോകുന്നത്. എനിക്കുറപ്പ് ഇവള് ഇളയമ്മയെ പോലെ തന്നെയായി മാറും. പിന്നെ ഒരു കുറവുള്ളത് വിദ്യാഭ്യാസം. അതെന്താണെങ്കിലും നമുക്ക് ഇവൾക്ക് നൽകണം, ഇവളെ പഠിപ്പിച്ചെടുക്കണം. ഇത് കേൾക്കുന്ന അച്ഛമ്മയും അതിനെ ശരിവെക്കുമ്പോൾ ശ്രീദേവി പറയുകയാണ്, ഇന്നു മുതൽ നീ പുതിയ പാർവതിയാണ്. വിദ്യാഭ്യാസം നേടുക എന്നത് മാത്രമായിരിക്കണം നിന്റെ മുന്നിലുള്ള ലക്ഷ്യം. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ്. പാർവതിയെ നാണം കെടുത്താൻ ഇരുന്നിട്ട് ഇപ്പോൾ നാണം കെട്ടത് ഞാനാണ്, പക്ഷെ അത് ആരും അറിഞ്ഞില്ലെന്ന് മാത്രമെന്ന് പ്രഭാവതി പറയുന്നു. ഇപ്പൊ തന്നെ അവളുടെ ഐഡിയ കേട്ടപ്പോൾ ഞാൻ പോലും അമ്പരന്നിരുന്നു പോയി. ഇങ്ങനെ വിട്ടാൽ നമുക്ക് പ്രശ്നമാകുമല്ലോ ചേച്ചിയെന്ന് പ്രതാപം പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ആയുസെത്താതെ മരിക്കാനായിരിക്കും അവളുടെ യോഗം. നമ്മൾ എന്താണെങ്കിലും അവളെ തകർത്തിരിക്കും. അതേസമയം പ്രഭാവതിയുടെ ഫോണിലേക്ക് ശേഖരമേനോൻ വിളിക്കുകയാണ്. ശേഖരന്റെ കോള് കണ്ട് ഒരു ഞെട്ടലോടെ പ്രഭാവതി നിൽക്കുമ്പോൾ കോൾ എടുക്കാൻ റെക്കോർഡർ ഓണാക്കി വെക്കാനും പ്രതാപം പറയുന്നു. അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല പ്രതാപ, അവസാനം കുടുങ്ങാൻ പോകുന്നത് നമ്മളായിരിക്കും. തുടർന്ന് പ്രഭാവതി ഫോൺ എടുക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, എന്താ പ്രഭാവതി, ഞാൻ 2-3 ദിവസം വിളിക്കാതിരുന്നപ്പോ നീ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. എന്റെ ശേഖരട്ട, ഞാൻ നിരപരാധിയാണ്, എനിക്ക് ശേഖരട്ടനെ ഒന്ന് കാണണമെന്ന് പ്രഭാവതി പറയുമ്പോൾ ശേഖരൻ പറയുകയാണ്, അതിന് നീ കഷ്ടപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അധികം വൈകാതെ തന്നെ ഞാൻ നിന്റെ തൊട്ടു മുന്നിലെത്തും. ഞാനേ ഗായത്രി വില്ലയിലേക്ക് വരുന്നുണ്ട്. നീ ആരാണെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് 14 വർഷം ഒരു കുറ്റവും ചെയ്യാതെ ഞാൻ ജയിലിൽ കിടന്നതിന്റെ പ്രതികാരം വീട്ടാനാ ഞാൻ വരുന്നത്. നീ ചിലപ്പോ എന്റെ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും, പോലീസിൽ ഏൽപ്പിക്കാനേ. പക്ഷേ അതിലൊന്നും ഈ ശേഖരന് ഒരു ഭയവുമില്ല. ഞാൻ നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ശേഖരൻ കോള് കട്ട് ചെയ്യുമ്പോൾ പ്രതാപ ചോദിക്കുകയാണ്, എന്താ ചേച്ചി, എന്താ പറഞ്ഞത്? അയാൾ എന്നെ കൊല്ലുമെന്ന്. പ്രതാപ, ഇനി നമ്മൾ വൈകാൻ പാടില്ല. ഏത് വിധേനയും നമ്മൾ അയാളെ കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് അയാളെ കൊല്ലണമെന്നും പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് പോകുന്ന പാറുവിനെയാണ്. ഇന്ന് ഞാൻ ഓഫീസിൽ വെച്ച് കാണിച്ചത് അവിവേകമായി പോയോ എന്ന് പാറു വിശാലിനോട് ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, ഒരിക്കലുമില്ല, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധി എനിക്ക് പോലും തോന്നിയില്ലല്ലോ. അത്രയും പറഞ്ഞ് വിശാല് പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ്, അതോർത്ത് നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കാം. അത്രയും പറഞ്ഞ് മലയാള അക്ഷരങ്ങൾ ഓരോന്നായി പാറുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശാൽ. അതേസമയം ഇതൊക്കെ കണ്ടുകൊണ്ടുവരുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിപിനെയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വിപിന്റെ അടുത്തേക്ക് വരുന്ന പല്ലവി തന്റെ കണ്ണിൽ എന്തോ വീണെന്ന് പറയുകയാണ്. അങ്ങനെ വിപിൻ പല്ലവിയുടെ കണ്ണിൽ ഊതി കൊടുക്കുമ്പോൾ അതിലെ വരുന്ന പ്രതാപനും പ്രഭാവതിയും വിപിൻ പല്ലവിയെ ഉമ്മ വയ്ക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. തുടർന്ന് വിപിനും പല്ലവിയും അവിടെ നിന്ന് പോകുമ്പോൾ പ്രതാപം പറയുകയാണ്, ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ചേച്ചി. എൻ്റെ പ്രതാപ, നീ അതോർത്ത് വിഷമിക്കണ്ട. തലോടേണ്ടപ്പോ തലോടാനും തല്ലേണ്ടപ്പോ തല്ലാനുമൊക്കെ ഈ പ്രഭാവതിക്ക് നന്നായി അറിയാം. ആ പല്ലവി എന്താണെങ്കിലും കെട്ടഴിച്ച പട്ടം പോലെ പറക്കാൻ ഈ പ്രഭാവതി അനുവദിക്കില്ല. അവളുടെ ചരടെപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും സുശീലയുമാണ്. ജാസ്മിൻ പറയുകയാണ്, പാർവതി പോക്ക് പോവുകയാണെങ്കിലേ ഞാനിവിടെ നിൽക്കാത്തതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് സുശീല ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം ജാസ്മിൻ സുശീലയോട് പറയുന്നു. എൻ്റെ ജാസ്മിൻ, എനിക്ക് തോന്നുന്നത് നീ ഇനി പാർവതിയെ കൊന്ന് വിശാലിനെ സ്വന്തമാക്കാൻ നിൽക്കണ്ട. അവരെ തമ്മിൽ അകറ്റാനും ശ്രമിക്കണ്ട. പകരം വിശാലിനെ എങ്ങനെയെങ്കിലും കെയർ ചെയ്ത് വിശാലിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്ക്. അതായിരിക്കും നല്ലത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒന്നും മനസ്സിലാകാതെ സുശീലയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.